ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയിലും യാദവ് കുടുംബത്തിലുമുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ പാർട്ടി അധ്യക്ഷൻ മുലായം സിംഗ് യാദവിന്റെ സാന്നിധ്യത്തിൽ ലക്നൌവിൽ ചേർന്ന യോഗം നേതാക്കളുടെ രൂക്ഷമായ വാക്പോരിന് വേദിയായി. പാർട്ടിയെ ഉന്നതങ്ങളിലെത്തിച്ചത് മുലായം സിംഗ് യാദവാണെന്നും അച്ചടക്ക ലംഘനം വെച്ചുപൊറുപ്പിക്കാനാവില്ലെന്നും സംസ്ഥാന അധ്യക്ഷനും മുലായത്തിന്റെ സഹോദരനുമായ ശിവപാൽ യാദവ് യോഗത്തിൽ തുറന്നടിച്ചു. അഭിപ്രായ വ്യത്യാസമുയർന്നപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് അഖിലേഷ് ഭീഷണി മുഴക്കിയെന്നും ശിവപാൽ പറഞ്ഞു. മുലായം സിംഗ് യാദവ് ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാമെന്ന് അഖിലേഷ് യാദവ് പ്രതികരിച്ചു. നവംബറിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് അമർ സിംഗ് പറഞ്ഞിരുന്നതായും അഖിലേഷ് യോഗത്തിൽ വെളിപ്പെടുത്തി. ഇത് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾക്കിടയാക്കി. പ്രശ്നത്തിലിടപെട്ട മുലായം സിംഗ് യാദവ് ശിവപാൽ യാദവിനെയും അമർ സിംഗിനെയും കൈവിടില്ലെന്ന വ്യക്തമായ സൂചന നൽകി. വളരെ വികാരഭരിതനായിട്ടായിരുന്നു മുലായത്തിന്റെ പ്രതികരണം. അഖിലേഷിനെതിരെ രൂക്ഷ വിമർശനവും മുലായം നടത്തി. മുഖ്യമന്ത്രി പാർട്ടിയോട് ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതായി മുലായം കുറ്റപ്പെടുത്തി. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരെ പുറത്തു നിർത്തിയാണ് ലക്നൌവിൽ യോഗം ചേർന്നത്. MLA-മാരും MP-മാരും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. അതേസമയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അഖിലേഷ് അനുകൂലി രാം ഗോപാൽ യാദവ് യോഗത്തിൽ പങ്കെടുത്തില്ല. മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ യോഗത്തിനെത്തിയിരുന്നു. പാർട്ടിയുടെ രജത ജൂബിലി അടുത്ത മാസം ആഘോഷിക്കാനിരിക്കുമ്പോഴുണ്ടായ പ്രതിസന്ധി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകരും നേതാക്കളും. ഒന്നുകിൽ പാർട്ടിക്ക് കീഴടങ്ങുക അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകുക എന്ന വ്യക്തമായ സന്ദേശമാണ് അഖിലേഷ് യാദവിന് മുലായം സിംഗ് യാദവ് നൽകിയത്. ലക്നൌവിൽ നിന്നും ക്യാമറമാൻ ജിജി പിള്ളയ്ക്കൊപ്പം രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്.